നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടി പരിചയപ്പെടാൻ പോകുന്നത് ഒരു റീറ്റെയിൽ ബില്ലിംഗ് സെറ്റപ്പാണ്. അതായത് നമ്മുടെ സൂപ്പർ മാർക്കറ്റ്, ഗ്രോസറി, കിരാന ഷോപ്പ്, അതുപോലെയുള്ള നമ്മുടെ പലചരക്ക് കട എന്നുള്ള പച്ചമലയാളത്തിൽ പറയാം, അങ്ങനെയുള്ള സ്ഥാപനത്തിന് വേണ്ട ഹാർഡ്വെയർ പ്ലസ് സോഫ്റ്റ്വെയർ, ഇതിനെല്ലാത്തിനും ഉപരിയായിട്ട് കസ്റ്റമർ കെയർ സർവീസ്. ഇത് റെയിൻഡെക്സ് സോഫ്റ്റ്വെയർ ലിമിറ്റഡിൻ്റെ ഓഫീസാണ്. ഈ ഓഫീസ് വന്നിട്ട് കോട്ടയം ജില്ലയിൽ തലയോലപ്പറമ്പിലാണ്. റെയിൻഡെക്സ് സോഫ്റ്റ്വെയർ ലിമിറ്റഡ്. അപ്പോൾ റെയിൻഡെക്സ് സോഫ്റ്റ്വെയർ ലിമിറ്റഡിൻ്റെ ഈ സോഫ്റ്റ്വെയറും അപ്പോൾ അതോടനുബന്ധിച്ചുള്ള ഹാർഡ്വെയറുകളും എല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കൂടി പരിചയപ്പെടാം, ഇൻക്ലൂഡിങ് ദിസ് വൺ. ഇതെല്ലാം നമുക്ക് 1 by 1 ആയിട്ട് പരിചയപ്പെടാം. അപ്പോൾ ആദ്യം മുതൽ ഇവിടുന്ന് തുടങ്ങാം. ഈ ഒരു വെയിങ് മെഷീൻ നമ്മളിപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടുണ്ടാവും. ഈ ഒരു വെയിങ് മെഷീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ ഏതെങ്കിലും പ്രൊഡക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇവിടെ അത് ഡിസ്പ്ലേ ആകും. വെയിറ്റ് കണ്ടില്ലേ? ഇതിൻ്റെ പേരാണ് ലൈവ് വെയിങ് മെഷീൻ. ഇത് ഏകദേശം 8,000-9,000 റുപ്പീസ് പ്രൈസ് റേഞ്ചിൽ നമുക്കിത് അവൈലബിൾ ആണ്, ഇൻക്ലൂഡിങ് ഗവൺമെൻറ് സ്റ്റാമ്പിങ്. ഇതിന് ലീഗൽ മെട്രോളജി സ്റ്റാമ്പിംഗ് ഉണ്ട്. എല്ലാ വർഷവും ഏകദേശം 400-500 രൂപ എല്ലാ വർഷവും നമ്മളിതിന് സ്പെൻഡ് ചെയ്യണം, ലൈസൻസ് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അടുത്ത ഒരു ഇതാണ് നമുക്ക് സ്കാനർ. ഞാൻ എപ്പോഴും നമ്മുടെ സൂപ്പർ മാർക്കറ്റുകൾക്ക് ടേബിൾ ടോപ്പ് സ്കാനറുകളെ റെക്കമെൻഡ് ചെയ്യും. കാരണം നമുക്ക് ചിലപ്പോൾ വെയിറ്റ് ഉള്ള സാധനങ്ങൾ ഇങ്ങനെ സ്കാൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ടേബിൾ ടോപ്പ് സ്കാനറാണ് ബെറ്റർ ഗോ ഫോർ 2D. കാരണം വണ്ടിയുടെയൊക്കെ കാലം കഴിഞ്ഞു. 2D സ്കാനറുകളാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം നമുക്ക് QR കോഡുകളൊക്കെ സ്കാൻ ചെയ്യാൻ പറ്റും 2D സ്കാനർ ആകുമ്പോൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ വരുന്ന റീറ്റെയിൽ അടി പോലെയുള്ള ഹെവി ആയിട്ടുള്ള സോഫ്റ്റ്വെയറിലൊക്കെ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിലെല്ലാം QR കോഡുകളാണ്. പണ്ടത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെയുള്ള ലൈൻ ബാർകോഡുകളാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ ജനറേഷൻ അപ്ഡേറ്റഡ്. ഓക്കെ. അപ്പോൾ അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു ബിൽ പ്രിൻ്ററാണ്. ബിൽ പ്രിൻ്റർ ഒരുപാട് മോഡൽസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എക്സ്പ്രിൻ്ററിൻ്റെയൊക്കെ പ്രിൻ്റർ. ബിൽ പ്രിൻ്റർ 5000-5500 രൂപയ്ക്ക് നമുക്ക് കിട്ടും. ഇത് 80 mm ഓട്ടോ കട്ട് തെർമൽ പ്രിൻ്ററാണ്. അപ്പം അതിനൊക്കെ നമുക്ക് പ്രിൻ്റ് അടിച്ചൊക്കെ നോക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒരു ബാർകോഡ് പ്രിൻ്റർ വേണം. ബാർകോഡ് പ്രിൻ്റർ ഒരു 10,000 രൂപ റേഞ്ചിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കസ്റ്റമർ ഡിസ്പ്ലേ വയ്ക്കാം. ഇത് സാധാരണ മോണിറ്റർ തന്നെയാണ്. റീറ്റെയിൽ ആടി ബില്ലിംഗ് സോഫ്റ്റ്വെയർ വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു ബാർകോഡ് വരുന്നുണ്ട്. ഡൈനാമിക് ബാർകോഡ് QR കോഡാണ്. ഡൈനാമിക് QR കോഡ്. ഇത് സ്കാൻ ചെയ്യുമ്പോൾ നമ്മുടെ ഗൂഗിൾ പേയിൽ കൃത്യമായിട്ട് കസ്റ്റമറുടെ ഗൂഗിൾ പേയിൽ കാണിക്കും എത്ര രൂപയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ബാർകോഡ് സ്കാനറുടെ വില ഞാൻ പറഞ്ഞില്ല, ഇത് പല റേഞ്ചിൽ അവൈലബിൾ ആണ്. 4,000-4,500 അത്യാവശ്യം നല്ല സ്കാനറുകൾ കിട്ടുന്നത്. പിന്നെ ഇത്ര മോണിറ്ററൊക്കെ നമുക്ക് 4,000-5,000 രൂപയ്ക്കൊക്കെ കിട്ടും. പിന്നെ ഏറ്റവും ബെസ്റ്റ് സാധാരണ ഒരു കമ്പ്യൂട്ടർ വയ്ക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. CPU പ്ലസ് ഒരു ടച്ച് സ്ക്രീൻ മോണിറ്റർ വെക്കണമെങ്കിൽ ടച്ച് സ്ക്രീൻ മോണിറ്റർ വയ്ക്കുക. ഏത് ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺവീനിയൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വയ്ക്കുക. അല്ലെങ്കിൽ സാധാരണ മോണിറ്റർ ആണെങ്കിലും നോ പ്രോബ്ലം. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത എന്താണ്, എന്തുകൊണ്ടാണ് റീറ്റെയിൽ ആടി ബില്ലിംഗ് സോഫ്റ്റ്വെയർ? അപ്പോൾ നമുക്ക് അതിൻ്റെ ഹോം സ്ക്രീനിലേക്ക് ഒന്ന് വരാം. റീറ്റെയിൽ ആടി ബില്ലിംഗ് സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജെന്യുവൻ ആയിട്ടുള്ള കസ്റ്റമർ കെയർ സർവീസ് ഇവിടുന്ന് കിട്ടും. നമ്പർ 2, യൂസർ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം യൂസർ ഫ്രണ്ട്ലി ആണ്. നമുക്ക് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ജസ്റ്റ് ഒരു ബ്രീഫ് തരാം എങ്ങനെയാണ് ഈ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നത്. ഈ സോഫ്റ്റ്വെയറിൻ്റെ A to Z ഫങ്ഷൻസ് ഈ ഒരു 4 ബട്ടണിൽ കൂടി നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ? പ്രൊഡക്റ്റ് ആഡ്, സെയിൽ, 2 സെയിൽ പാനലുണ്ട്, പിന്നെ ഒരു പർച്ചേസിൻ്റെ ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു റീറ്റെയിൽ ബിസിനസ് തുടങ്ങി, ഇതിനകത്ത് പ്രൊഡക്റ്റുകളൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. സ്റ്റാർട്ടിങ് മുതൽ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, എന്നിട്ട് എങ്ങനെയാണ് അതിൻ്റെ പ്രൊഡക്റ്റുകൾ ഓട്ടോമാറ്റിക് AI ത്രൂ, യാനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജി, അത് മുഖാന്തരം എങ്ങനെയാണ് നമുക്ക് ഈ പ്രൊഡക്റ്റുകളുടെ ഇമേജ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഉദാഹരണത്തിന് ഞാൻ ഈ ഒരു സെയിൽ പാനലിലേക്ക് വരാം. ഈ വെജിറ്റബിൾസ് ക്ലിക്ക് ചെയ്തപ്പോൾ എല്ലാ ഇമേജസും ഇവിടെ കാണാൻ സാധിക്കും. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. നെക്സ്റ്റ് അടിച്ച് പോകുമ്പോൾ എല്ലാ വെജിറ്റബിൾസിൻ്റെ ഇമേജ് ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ ബാക്കിയുള്ളതിൽ നിന്ന് ഇമേജ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അപ്ഡേറ്റ് എങ്ങനെയാണ് AI ത്രൂ ചെയ്യുന്നതെന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ഇമേജുകൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ്. നമ്മൾ നേരെ ചെല്ലേണ്ടത് ഒരു എക്സൽ ഷീറ്റിലേക്കാണ്. അതായത് നമ്മളിപ്പോൾ ഈ വെജിറ്റബിൾസിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഗ്രോസറിയുടെയൊക്കെ എക്സൽ ഷീറ്റ് ആദ്യം റെഡിയാക്കുക. പിന്നെ ഒട്ടിക്കാവേ. ഇപ്പോൾ നോക്കി ഒരു എക്സൽ ഷീറ്റ് നമ്മൾ കാണാൻ സാധിക്കും. ഇതിനകത്ത് ഫ്രൂട്ട്സിൻ്റെയൊക്കെ കുറേ പേരിട്ടിട്ടുണ്ട്. കണ്ടില്ലേ? ഇതുപോലെ ഫ്രൂട്ട്സിൻ്റെ പേരിട്ടു, പർച്ചേസ് പ്രൈസ് ഇട്ടു, സെയിൽ പ്രൈസ് ഇട്ടു, അതിൻ്റെ GST എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിട്ടു, ഈ MRP എത്രയാണെന്ന് ഇട്ടു, സെയിൽ പ്രൈസ് എത്രയാണെന്ന് ഇട്ടു. അതുപോലെ തന്നെ നമുക്ക് ഓപ്പണിംഗ് ക്വാണ്ടിറ്റി എല്ലാത്തിനും 100 ഇട്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇട്ടു, ഒരു ബാർകോഡ് നമ്പർ ഇട്ടു. നമ്മൾ ഇവനെ അപ്ലോഡ് ചെയ്യാൻ പോകണം.
അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ സോഫ്റ്റ്വെയറിനകത്ത് ഒരു ബട്ടൺ കൂടി ക്രിയേറ്റ് ചെയ്യണം. ഈ സെയിൽ പാനലിൽ ഇവിടെ ഒരു സെയിൽ പാനലുണ്ട്, ഇവിടെ ഒരു വെജിറ്റബിൾ ഓൾറെഡി ഒരു ബട്ടൺ ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു ബട്ടൺ കൂടി ക്രിയേറ്റ് ചെയ്യണം, ഫ്രൂട്ട്സ്. അപ്പോൾ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രൂട്ട്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, മാസ്റ്റർ എൻട്രിയിൽ പോവുക, സബ് കാറ്റഗറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ഇടുക ഫ്രൂട്ട്സ്, FRUITS, ഫ്രൂട്ട്സ്. ഏതെങ്കിലും ഒരു കാറ്റഗറി സെലക്ട് ചെയ്തു, സേവ് ചെയ്തു, സക്സസ്ഫുള്ളി സേവ്ഡ്. അപ്പോൾ ഫ്രൂട്ട്സ് ഒന്ന് സെലക്ട് ചെയ്തപ്പോൾ തന്നെ ഇവിടെ നമ്പർ 7 വന്നു കഴിഞ്ഞു, കണ്ടില്ലേ, ID. ഈ ID ആണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എക്സൽ ഷീറ്റിനകത്ത് ഇടേണ്ടത്. ഫ്രൂട്ട്സ് എടുക്കുന്നു, അതിനുശേഷം ഈ ഒരു ID കണ്ടില്ലേ, ഇത് 7 ഇടുക. അപ്പോൾ നമുക്ക് ആ ഒരു സബ് കാറ്റഗറിയിലേക്ക് നേരിട്ട് പോയി സേവ് ആയിക്കോളും, കണ്ടില്ലേ. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മൾ അപ്പ് ടു ഡൗൺ വരെ ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ സേവ് ആയി. ഇനി നമ്മളിതൊന്ന് സേവ് കൊടുക്കുന്നു, നമ്മളിതിനെ ക്ലോസ് ചെയ്യുന്നു, നമ്മൾ നേരെ സോഫ്റ്റ്വെയർ അഗൈൻ ഓപ്പൺ ചെയ്യുന്നു. നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഈ ഇമ്പോർട്ട് എക്സ്പോർട്ട്. നമ്മുടെ എക്സലിൽ കൂടി എന്ത് സംഭവം ഇമ്പോർട്ട് ചെയ്യാൻ എക്സ്പോർട്ട് ചെയ്യാനായിട്ടും ഈ ഒരു ബട്ടൺ ഉപയോഗിക്കാം. പ്രൊഡക്ട്സ് നമുക്ക് ഇമ്പോർട്ടുകളിലൂടെ നമുക്ക് ബൾക്കായിട്ട് നമുക്ക് പ്രൊഡക്ട്സ് ആഡ് ചെയ്യാം, കസ്റ്റമർ ആഡ് ചെയ്യാം, സപ്ലയർ ആഡ് ചെയ്യാം, സെയിൽസ്മാൻ ആഡ് ചെയ്യാം, എല്ലാം ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രൊഡക്ട്സ് ആണ് ഇപ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ പ്രൊഡക്ട്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എക്സൽ ഷീറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഫ്രൂട്ട്സ്, കണ്ടില്ലേ, സെലക്ട് ചെയ്തപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നു കഴിഞ്ഞു. അതിനുശേഷം ഞാനിവിടെ ഒന്ന് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പോകണം, കണ്ടില്ലേ. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പ്രൊഡക്റ്റുകളെല്ലാം ഈ സോഫ്റ്റ്വെയറിനകത്തേക്ക് സേവ് ആകും. സി, ബ്യൂട്ടിഫുൾ ടെക്നോളജി. സി, ജസ്റ്റ് ഐ ക്ലിക്ക് ഓക്കെ ആൻഡ് ക്ലോസ് ഇറ്റ്. ഇനി ഞാൻ ആ സെയിൽ പാനൽ ഒന്നുകൂടി ഓപ്പൺ ചെയ്യുകയാണ്. വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഇവിടെ വന്നു കഴിഞ്ഞു, കണ്ടില്ലേ, അതിൻ്റെ ആൽഫബറ്റിക് ഓർഡറിലാണ് തന്നെ. അപ്പോൾ ഫ്രൂട്ട്സ് ഇവിടെ വന്നു, ക്ലിക്ക് ചെയ്തു, പക്ഷേ ഇമേജുകളൊന്നും വന്നിട്ടില്ല. കണ്ടോ, നമുക്ക് താഴത്തേക്ക് എടുക്കാം. എന്താ വെച്ചാൽ ദർ ഇസ് നോ ഇമേജ്. ഇനി ഈ ഓരോ ഈ ഫ്രൂട്ട്സിൻ്റെ ഇമേജുകൾ ഞാൻ 1 by 1 ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹൊറിബിൾ ടാസ്ക്. അറൗണ്ട് 200-300 ഈ ഫ്രൂട്ട്സിൻ്റെ പേരുകളുണ്ട് ഇതിനകത്ത്. അപ്പോൾ നമുക്ക് ഇമേജസ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഒരു ബ്യൂട്ടിഫുൾ ടെക്നോളജി ഉണ്ട്. അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജി. എന്താണത്? നമ്മളിവരെ ക്ലോസ് ചെയ്യുന്നു, നമ്മൾ നേരെ പോകുന്നു യൂട്ടിലിറ്റീസ്. ഇവിടെ നമുക്ക് യൂട്ടിലിറ്റീസ് കാണാൻ സാധിക്കും. യൂട്ടിലിറ്റീസ് അവിടെ നമുക്ക് താഴത്തായിട്ട് പ്രൊഡക്ട്സ് കാറ്റലോഗ് കം ഇമേജ് അപ്ഡേറ്റ്സ്, കണ്ടില്ലേ, യൂട്ടിലിറ്റീസ് പ്രൊഡക്ട്സ് കാറ്റലോഗ് കം ഇമേജ് അപ്ഡേറ്റ്സ്. ഇതിനകത്തേക്ക് ചെല്ലുക. നമ്മൾ നേരെ ഒരു സബ് കാറ്റഗറി സെലക്ട് ചെയ്ത് ഫ്രൂട്ട്സ്, FR. അപ്പോൾ ഈ ഫ്രൂട്ട്സുമായിട്ട് കംപ്ലീറ്റ് ഫ്രൂട്ട്സിൻ്റെ ലിസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞു. നമ്മളിവിടെ സെലക്ട് ഓൾ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബൾക്ക് ഇമേജ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ ഇമേജുകളും അപ്ഡേറ്റ് ആകുന്നതാണ്, കണ്ടില്ലേ. 1 by 1 ആയിട്ട് അപ്ഡേറ്റ് ആയി പോവുകയാണ്. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. കാരണം ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഈ പർട്ടിക്കുലർ പേര് വെച്ചിട്ട് ഓട്ടോമാറ്റിക്കലി ഗൂഗിൾ ഇമേജ് ഗാലറിയിൽ ചെന്നിട്ട് പ്രൊഡക്ട്സുകൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, ഇമേജുകൾ ഡൗൺലോഡ് ചെയ്ത് ഈ സോഫ്റ്റ്വെയറിനകത്ത് സേവ് ചെയ്യും. ഇതൊരു ഓഫ്ലൈൻ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ്, വിത്തൗട്ട് ഇൻ്റർനെറ്റ് വർക്ക് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമില്ല. ഇതുപോലെയുള്ള AI ടെക്നോളജി മുതലായ കാര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഇൻ്റർനെറ്റ് മതി. അല്ലാണ്ട് നമുക്ക് ബില്ല് ചെയ്യാനോ പർച്ചേസ് ചെയ്യാനോ ഒന്നും ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമില്ല. ഇത് SQL ഡേറ്റാബേസ് പ്രൊജക്റ്റാണ്. VB.NET ആണ് ഇതിൻ്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. പ്ലസ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കസ്റ്റമർ കെയർ, ഞാൻ ഒന്നുകൂടി എടുത്തു പറയുകയാണ്, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് കെയർ ഉള്ളൊരു സോഫ്റ്റ്വെയർ ആണ് റീഡ് ഹിൽ ഡി 1.6. അപ്പോൾ നമ്മുടെ ഇമേജസുകൾ ഓൾമോസ്റ്റ് അപ്ഡേറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് വെരി ഫാസ്റ്റായിട്ട് തന്നെ ഇമേജസുകളെല്ലാം ഇതിനകത്ത് അപ്ഡേറ്റ് ആയി, കണ്ടില്ലേ. ഇനി നമ്മളിത് ക്ലോസ് ചെയ്യുന്നു. ഞാൻ നേരെ പോകാൻ പോകുന്നത് നമ്മുടെ സെയിൽ പാനലിലേക്കാണ്, കണ്ടില്ലേ. ഇവിടെ സെയിൽ പാനൽ POS സെയിൽ. ഞാൻ ഇനി ഫ്രൂട്ട്സിൽ ക്ലിക്ക് ചെയ്യുന്നു. സി ദ മാജിക്, ഓൾ ഇമേജസ് ആർ ഹിയർ. സി, എല്ലാ ഇമേജസും ഇവിടെ എത്തിക്കഴിഞ്ഞു പ്രൊഡക്ട്സിൻ്റെ. സി, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. നമ്മളിതിപ്പോൾ മാനുവലായിട്ട് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ എത്ര സമയം എടുക്കുമെന്ന് ആലോചിച്ച് നോക്കി. ഇത് എത്ര സിമ്പിളായിട്ട് നോക്കി. നമ്മൾ ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സിൽ ഇതുപോലെ ടച്ച് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ആയി. കണ്ട് 717 രൂപ ഇവിടെ അതുപോലെ തന്നെ സെലക്ട് ആകും, കണ്ടില്ലേ. കസ്റ്റമർ ഡിസ്പ്ലേ എന്ന് പറയുന്നതിന്. അപ്പോൾ ഞാൻ 1-2 കസ്റ്റമർ ഡിസ്പ്ലേ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. ഞാൻ 1-2 പ്രോഡക്റ്റ് ഇവിടെ ടച്ച് ചെയ്യാൻ പോവുകയാണ്, കണ്ടില്ലേ. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, കണ്ടില്ലേ. അതിൻ്റെ എമൗണ്ടുകളെല്ലാം മാറുന്നത് കാണാൻ സാധിക്കും, കണ്ടില്ലേ. 3,451 റുപ്പീസ്. ഇവിടെ അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും 3,451 റുപ്പീസ്. നമുക്കിത് ബില്ല് അടിക്കാനായിട്ട് വളരെ സിമ്പിളാണ്. ഈ പേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ഈ ക്യാഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, നമുക്കിവിടെ ബില്ല് കിട്ടും. എൻ്റർ അടിച്ചേക്കുക, കണ്ടില്ലേ. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് നമുക്ക് ബില്ലടിക്കാം. ഞാൻ ഒന്നുകൂടി ഒരു ബില്ലടിച്ച് നോക്കട്ടെ. ഇങ്ങനെ കുത്തുക, പേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ക്യാഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എൻ്റർ അടിക്കുക, കണ്ടില്ലേ. വെരി ഈസി.
നമുക്ക് വളരെ എളുപ്പത്തിൽ ബില്ല് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ടെംപ്ലേറ്റുകളെല്ലാം മാറ്റാൻ സാധിക്കും. പല ഡിഫറൻ്റ് ആയിട്ടുള്ള ടെംപ്ലേറ്റുകൾ നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. അതും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പം വന്ന ടെംപ്ലേറ്റ് അല്ല, നമുക്ക് വേറൊരു ഡിസൈൻ വേണം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ സെറ്റിങ്സിൽ പോവുക, നമുക്ക് സെയിൽസ് ഇൻവോയ്സ് സെറ്റിങ്സ്, നമുക്ക് ഇഷ്ടമുള്ള ഇൻവോയ്സസ് ഇവിടെ നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ 3 ഇഞ്ചിൽ സ്റ്റൈൽ 1 എടുക്കാം. അപ്ഡേറ്റ്സ്, ഓക്കെ ആൻഡ് ക്ലോസ്. അഗെയിൻ സെയിൽ പാനൽ, ഫ്രൂട്ട്സ്. ഞാൻ 1-2 പ്രോഡക്റ്റുകൾ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു. ആൻഡ് പേ ബട്ടൺ, ക്യാഷ് ബട്ടൺ, എൻ്റർ. ഇപ്പോൾ വേറൊരു സ്റ്റൈൽ വന്നിരിക്കുന്നുണ്ടല്ലോ, മുമ്പേ വന്ന സ്റ്റൈലല്ല, ഇതൊരു വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ് ബില്ല് വന്നിരിക്കുന്നത്. ബൈ ഡിഫാൾട്ടായിട്ട് ഏകദേശം 30ഓളം ബിൽ ടെംപ്ലേറ്റുകൾ ഈ സോഫ്റ്റ്വെയറിനകത്ത് ഓൾറെഡി ഉണ്ട്. A4 ഉണ്ട്, A5 ഉണ്ട്, അതുപോലെ തന്നെ 3 ഇഞ്ചും ഉണ്ട്. ഇനി നമുക്ക് കാണേണ്ടത്, നമ്മളിപ്പോൾ എക്സലിൽ കൂടി ബൾക്കായിട്ട് ആഡ് ചെയ്യുന്നുണ്ടോ. ഇനി നമുക്ക് സിംഗിൾ ആയിട്ടാണ് പ്രോഡക്റ്റ് ആഡ് ചെയ്യണമെങ്കിലോ, യെസ്. അപ്പോൾ അത് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിനകത്ത് ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ബോഡി കെയറിനകത്ത് 2 പ്രോഡക്റ്റുകളുണ്ട്. അപ്പോൾ ഈ ബോഡി കെയറിനകത്ത് നമുക്കൊരു പ്രോഡക്റ്റ് ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ഒരു ഹിമാലയയുടെ ഈ ഒരു സോപ്പ് നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനകത്തേക്ക് എങ്ങനെയാണ് സിംഗിളായിട്ട് ആഡ് ചെയ്യുന്നത്? എപ്പോഴും നമുക്ക് എക്സലിൽ കൂടി അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഓപ്ഷൻ വെച്ചിരിക്കുന്നത്. എക്സൽ പോലെ തന്നെയാണ് ഈ ഒരു ഷീറ്റ് ഇരിക്കുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ നേരെ ന്യൂ റെക്കോർഡ് ക്ലിക്ക് ചെയ്യാം. ഹിമാലയ ജെൻറ്റിൽ ബേബി സോപ്പ് കണ്ടില്ലേ, ഈ എൻ്റർ അടിക്കുക. അതിനുശേഷം നമ്മളിവിടെ നമ്മളെ കാറ്റഗറി ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുത്തേക്കുക. ഫോർ എക്സാമ്പിൾ നമുക്ക് ബോഡി കെയറിൽ വേണമെങ്കിൽ ബോഡി കെയർ, കണ്ടോ, എൻ്റർ അടിച്ചു. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ പർച്ചേസ് പ്രൈസ് ഫോർ എക്സാമ്പിൾ 100 രൂപ. വളരെ ഈസി ആയിട്ട് എൻ്റർ ചെയ്യണം നോക്കിക്കോണേ. ഞാൻ എൻ്റർ അടിക്കുന്നു, സ്ട്രെസ് ഇല്ല. അപ്പോൾ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ഫോർ എക്സാമ്പിൾ 10 പീസാണ് വന്നിരിക്കുന്നത്. എൻ്റർ അടിക്കുന്നു. ഓക്കെ. ഇവിടെ നമുക്കുണ്ടല്ലോ ബൈ ഡിഫാൾട്ടായിട്ട് ഒരു ബാർകോഡ് വരുന്നുണ്ട്, അതായത് സിസ്റ്റം ജനറേറ്റർ ബാർകോഡ്. നമുക്കിത് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ ബൈ ഡിഫാൾട്ട് നമ്മുടെ കമ്പനി വിടുന്ന ബാർകോഡുണ്ട്, അതിവിടെ അങ്ങോട്ട് സ്കാൻ ചെയ്ത് കൊടുത്തേക്കുക. കണ്ടില്ലേ, ഓട്ടോമാറ്റിക്കായിട്ട് അതവിടെ വന്നു കഴിഞ്ഞു. നമ്മൾ എൻ്റർ അടിക്കുന്നു. ഇനി നമ്മുടെ MRP ഇടുക. ഫോർ എക്സാമ്പിൾ ഒരു 300 രൂപയാണ് എൻ്റെ MRP. എൻ്റർ അടിക്കുന്നു. സെയിൽ പ്രൈസ് അടിക്കുന്നു, റീറ്റെയിൽ പ്രൈസ് ഫോർ എക്സാമ്പിൾ 280 റുപ്പീസ്. എൻ്റർ അടിക്കുന്നു. സക്സസ്ഫുള്ളി സേവ് ആയി കഴിഞ്ഞു. ഇനി ഒന്നും ചെയ്യാനില്ല. ഇനി നമുക്ക് ഇവിടെ ചെന്ന് നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ ഈ ബോഡി കെയറിലാണ് ഇത് ആഡ് ചെയ്തത്, ബോഡി കെയർ കാറ്റഗറിയിൽ. അപ്പോൾ ബോഡി കെയർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഹിമാലയ ഇവിടെ കാണാൻ സാധിക്കും. പക്ഷേ ഇമേജസ് വന്നിട്ടില്ല. കണ്ടില്ലേ, ഈ രണ്ടിൻ്റെയും ഇമേജസ് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇമേജസ് വരുത്തണമെന്നുണ്ടെങ്കിൽ സിമ്പിളാണ്. നമുക്ക് ആഡ് പ്രോഡക്റ്റ് അവിടെ തന്നെ ഇമേജ് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഈ ആഡ് ചെയ്ത പ്രോഡക്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഇതെല്ലാം വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. നിങ്ങളില്ലേ, ഇതുപോലെ ഇങ്ങനെ സെലക്ട് ചെയ്ത് ആഡ് ചെയ്ത പ്രോഡക്റ്റ് ഏറ്റവും മുകളിലേക്ക് വരും. കണ്ടില്ലേ, അതിനുശേഷം നമുക്ക് ഇവിടെ ബൾക്ക് ഇമേജ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇമേജുകൾ അപ്ഡേറ്റ് ആകുന്നതാണ്. കണ്ടില്ലേ, ഓട്ടോമാറ്റിക്കായിട്ട് ഇമേജ് അപ്ഡേറ്റ് ആയോ നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മൾ എഗെയിൻ സെയിൽ പാനലിൽ പോവുകയാണ്, ബോഡി കെയറിൽ ക്ലിക്ക് ചെയ്യുന്നു. യെസ്, ഹിമാലയ ഓൾറെഡി ഇമേജ് അപ്ഡേറ്റ് ആയി. നമ്മൾ ഈ കാണിച്ച ഇമേജ് തന്നെ ഓട്ടോമാറ്റിക്കലി ആ സിറ്റീസ്. ഇത് ഗൂഗിൾ ഇമേജ് ഗാലറിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് കൊണ്ടുവന്ന് സേവ് ചെയ്യുന്നതാണ്. കണ്ടില്ലേ, സെയിം ഇമേജ്. അപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റ് നമുക്കിതുപോലെ ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കാം. പേ ബട്ടൺ ക്ലിക്ക് ചെയ്യാം, ക്യാഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം, എൻ്റർ അടിക്കാം. നമുക്കിവിടെ ബില്ലും പ്രിൻ്റായി. നമ്മൾ ആഡ് ചെയ്ത പ്രോഡക്റ്റിൻ്റെ ബില്ല് എത്ര ഫാസ്റ്റായിട്ടാണ് ബില്ല് പ്രിൻ്റായെന്ന് നോക്കി. കണ്ടില്ലേ, എത്ര സിമ്പിളായിട്ടാന്ന് നോക്കി. ഇനി അഥവാ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ നമ്മുടെ ഓൺ ബാർകോഡ് പ്രിൻ്റ് ചെയ്ത് ഒട്ടിക്കണം, വാട്ട് വി വിൽ ഡു? അതിനും വളരെ സിമ്പിളാണ്. നമ്മൾ സെയിം പ്രോഡക്റ്റ് ആഡ് ചെയ്ത പേജിൽ തന്നെ അവിടെ നമുക്കൊരു ഓപ്ഷൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ബാർകോഡ്. അപ്പോൾ ഈ ബാർകോഡ് പ്രിൻ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഈ പ്രൊഡക്റ്റ് സെയിൽ ചെയ്തപ്പോൾ ബാർകോഡ് സ്കാൻ ചെയ്ത് സെയിൽ ചെയ്യണം എങ്ങനെയാണെന്നൂടി കാണിച്ചു തരാം. ഞാനിപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഈ ഒരു ബാർകോഡ് എടുത്തു, ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്തു. കണ്ടില്ലേ, നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നു കഴിഞ്ഞു. നമ്മൾ പേ ബട്ടൺ ക്ലിക്ക് ചെയ്തു, ക്യാഷ് ക്ലിക്ക് ചെയ്തു, എൻ്റർ അടിച്ചു. അപ്പോൾ നമുക്കിവിടെ പ്രിൻ്റ് വന്നു കഴിഞ്ഞു. ഇത് നമ്മൾ ബാർകോഡ് വെച്ച് സ്കാൻ ചെയ്ത് സെയിൽ ചെയ്തത്. ഇനി സപ്പോസ് നമുക്ക് നമ്മുടെ ബ്രാൻഡിങ്ങിലൊരു ബാർകോഡ് പ്രിൻ്റ് ചെയ്ത് ഒട്ടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ അത് കാണിക്കാൻ പോവുകയാണ്. ബാർകോഡ് പ്രോഡക്റ്റ് ആഡിൽ തന്നെ എഗെയിൻ ചെല്ലുക. നമുക്ക് MRP സെയിൽ പ്രൈസ് ഒക്കെ ഇട്ട് ബാർകോഡ് അടിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടോ ബാർകോഡ് ഓപ്ഷനുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യാം. നമ്മളതൊന്ന് സൂം ചെയ്യാം. കണ്ടില്ലേ, QR കോഡാണ് വരുന്നത്. ബാർകോഡ് പ്രിൻ്റർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് അപ്ലൈ ചെയ്യുന്നു, ഓക്കെ അടിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു സ്റ്റിക്കറേ വരുള്ളൂ. നമ്മൾ കാരണം ക്വാണ്ടിറ്റി ഒന്നും ഇട്ടിട്ടുള്ളൂ, അതുകൊണ്ട് ഒരൊറ്റ സ്റ്റിക്കറേ വന്നിട്ടുള്ളൂ. നമ്മൾ അവരെങ്ങനെ പൊളിച്ചെടുക്കുന്നു. കണ്ടില്ലേ, ഇത് സ്റ്റിക്കറാണ്.
ഇത് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾ ഇതുപോലെ നമ്മൾ ഈ ബാർകോഡിൻ്റെ സൈഡിലല്ല, ഞാനിവിടെ വേണമെങ്കിൽ ഇവിടെ ഒട്ടിക്കാം. കണ്ടില്ലേ? അപ്പോൾ ഇത് സ്കാൻ ചെയ്ത് നമുക്ക് സെയിൽ ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ ചില ആൾക്കാർ ബാർകോഡ് നമുക്ക് കസ്റ്റമൈസബിളോ ഏത് സൈസിൽ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ സെയിൽ പാനലിൽ ഒന്ന് പോകുന്നു, നമ്മൾ ബാർകോഡ് ഇടുന്നു. ഈ ഒരു ബാർകോഡ് ഞാൻ സ്കാൻ ചെയ്യാൻ പോകണം. ഈ ഒരു ബാർകോഡ് കണ്ടില്ലേ? ഇത്ര ഫാസ്റ്റായിട്ട് ഒന്ന് നോക്കി. ഹിമാലയ വളരെ ഈസി. പേ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, ക്യാഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. ഇനി അത് മാത്രമല്ല, ചില പ്രൊഡക്റ്റുകൾ നമുക്ക് ഇതുപോലെ സ്കാൻ ചെയ്ത് സെയിൽ ചെയ്യണം. ചില പ്രൊഡക്റ്റുകൾ ടച്ച് സ്ക്രീൻ വഴി സെയിൽ ചെയ്യണം, അതും പറ്റും. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഉജാല സെലക്ട് ചെയ്തു, ഞാൻ വെജിറ്റബിൾസ് 1-2 സെലക്ട് ചെയ്തു, ഫ്രൂട്ട്സ് സെലക്ട് ചെയ്തു ഇതുപോലെ. പിന്നെ മേ ബി 1-2 പ്രൊഡക്റ്റ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ സ്കാൻ ചെയ്യും. കണ്ടില്ലേ? ഹിമാലയ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു കഴിഞ്ഞു. അതിനുശേഷം ഇതൊന്ന് സ്കാൻ ചെയ്യാം നമുക്ക്. ഫോർ എക്സാമ്പിൾ കണ്ടില്ലേ? ഇതെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞു ഓട്ടോമാറ്റിക്കായിട്ട്. നമ്മളിവിടെ പേ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, ക്യാഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. കണ്ടില്ലേ? നമ്മൾ സ്കാൻ ചെയ്ത പ്രൊഡക്റ്റും വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇത് ഹിമാലയ നമ്മൾ സ്കാൻ ചെയ്ത പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ ഈ ഉജാല സ്കാൻ ചെയ്ത പ്രൊഡക്റ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാം ഈ ഒരു സോഫ്റ്റ്വെയറിനകത്തുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കിനി വെയിങ് മെഷീൻ പരിചയപ്പെടാം. വെയിങ് മെഷീൻ ഇതൊരു ലൈവ് വെയിങ് മെഷീനാണ്. ഇതിന് മുകളിൽ നമ്മൾ വെയിറ്റ് വയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ വരും നമ്മൾ കണ്ടു. അപ്പോൾ നമുക്ക് അറിയേണ്ടത് ഇത് എങ്ങനെയാണ് ബില്ലടിക്കേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് ബില്ലടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ നേരെ ഫോർ എക്സാമ്പിൾ ഈ ക്യാരറ്റ് എല്ലാം എടുത്തതിന് പുറത്ത് വയ്ക്കുന്നു. ഇപ്പോൾ 275 ഗ്രാം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഈ ക്യാരറ്റിൻ്റെ ഒരു പടയില്ലേ, ഇവിടെ തൊട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ 1 എന്ന് ഇവിടെ വന്നു. എന്തുകൊണ്ട്? നമ്മൾ വെയിങ് മെഷീൻ ഓൺ ആക്കിയിട്ടില്ല. അപ്പോൾ വെയിങ് മെഷീൻ ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് 1 അല്ല ശരിക്കും ക്വാണ്ടിറ്റി വരേണ്ടത്. ശരിക്കും വരേണ്ടത് നമുക്ക് എക്സാക്ട്ലി വെയിറ്റ് ആണ്. വെയിങ് മെഷീൻ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നെങ്കിൽ മാത്രമേ വെയിങ് മെഷീൻ്റെ വെയിറ്റ് ഇവിടെ വരുള്ളൂ. ഇനി നമ്മൾ ക്യാരറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. കണ്ടില്ലേ? ഓട്ടോമാറ്റിക് 275 ക്വാണ്ടിറ്റിയുടെ അവിടെ ഒന്നുണ്ടല്ലോ, 275 ഗ്രാം. അതനുസരിച്ച് പ്രൈസും ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇനി നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് എടുത്ത് മാറ്റുന്നു. ഇത് നമ്മൾ തക്കാളി എടുത്തതിന് പുറത്ത് വെക്കുന്നു. മനസ്സിലായില്ലേ? ഇത് തക്കാളി എടുത്ത് വെച്ചു. നമുക്കിവിടെ ടച്ച് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് നമുക്ക് ഇവിടെ സെർച്ച് ചെയ്താലും മതി. നമ്മളിവിടെ സെലക്ട് ആക്കുന്നു, ആഡാക്കുന്നു. കണ്ടില്ലേ? ഓട്ടോമാറ്റിക്കായിട്ട് 505 ഗ്രാം. അതിൻ്റെ അനുസരിച്ചുള്ള പ്രൈസും മറ്റു കാര്യങ്ങളൊക്കെ വന്നു. ഇനി നമുക്ക് പേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം, ക്യാഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം, ആൻഡ് സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഓട്ടോമാറ്റിക്കായിട്ട് ബില്ല് ഇവിടെ വന്നു കഴിഞ്ഞു. കണ്ടില്ലേ? അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിച്ച് നോക്കി കാണാൻ പറ്റും. കണ്ടോ? ക്വാണ്ടിറ്റിയുടെ അവിടെ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ വെയിറ്റ് ആവുന്നത്. ആ വെയിറ്റിനനുസരിച്ചുള്ള പ്രൈസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കാൽക്കുലേറ്റർ എടുത്ത് കൂട്ടാനും പിടിക്കാനും ഒന്നും നിൽക്കേണ്ട. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതല്ല, നമുക്ക് ഇതിന് മുമ്പായിട്ടുള്ള ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള സെയിൽ പാനൽ ഉണ്ട്. ഈ ഒരു സെയിൽ പാനൽ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ സ്കാൻ ചെയ്തിട്ട് സെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? അത് നമുക്ക് കീബോർഡിൽ വന്നിട്ട് F4 എന്ന് പറഞ്ഞൊരു ബട്ടൺ കണ്ടില്ലേ? ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡയറക്റ്റ് പ്രിൻ്റ് ഔട്ടാണ്. കണ്ടില്ലേ? ഈസി ആയിട്ട് പ്രിൻ്റ് ഔട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ ആ ഓപ്ഷനും ഈ ഒരു സോഫ്റ്റ്വെയറിനകത്തുണ്ട്. ഇനി നമുക്ക് ബൂം ബോക്സ് കൂടി ഒന്ന് പരിചയപ്പെടാം. എന്താണ് ഈ ബൂം ബോക്സ്? അതായത് നമുക്കൊരു QR കോഡ് ഉണ്ട്. ഇതിനകത്ത് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരും. പക്ഷേ നമ്മൾ ഈ റീറ്റെയിൽ ഡാഡി ബില്ലിംഗ് സോഫ്റ്റ്വെയറിനകത്ത് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ബൂം ബോക്സിൽ സൗണ്ട് വരുമെന്ന് കേട്ടോണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ സെയിൽ പാനൽ എടുക്കുന്നു. മേ ബി 1 or 2 വെജിറ്റബിൾസ് ഐ എം സെലക്ടിങ് ഓവർ ഹിയർ. ഇത് ഏകദേശം 28 രൂപയാണ്. കണ്ടില്ലേ? ഇവിടെ കാണാൻ സാധിക്കും 28 രൂപ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ സിസ്റ്റം എടുക്കുക. നമ്മുടെ പേയ്മെൻറ്റ് ഗേറ്റ് വേ ഇതിപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് Paytm ആണ്. Paytm ഇപ്പോൾ കസ്റ്റമറുടെ മൊബൈലാണ്. Paytm ആയിരിക്കാം, ഗൂഗിൾ പേ ആയിരിക്കാം, ഫോൺ പേ ആയിരിക്കാം, വാട്ടെവർ. നമ്മളിപ്പോൾ സ്കാൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇതൊന്ന് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി 28 ഇവിടെ എഴുതി വരും. കണ്ടില്ലേ? 28 ഇവിടെ വന്നു കഴിഞ്ഞു. പ്രൊസീഡ് ടു പേ, പ്ലേസ് ദ ഓർഡർ. ഞാൻ എൻ്റെ പാസ്വേഡും മറ്റു കാര്യങ്ങളൊക്കെ അടിച്ചു, ഓക്കെ ചെയ്തു. 28 rupees received. 28 രൂപ കൃത്യമായിട്ട് അക്കൗണ്ടിൽ വന്നു. ഇതിനകത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ പേഴ്സണൽ ബാങ്ക് അക്കൗണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കറണ്ട് അക്കൗണ്ടോ എല്ലാം ഇത് കണക്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്തെന്ന് കാണിച്ചു തരാം. വളരെ സിമ്പിളാണ്. റീറ്റെയിൽ ഡാഡി ബില്ലിംഗ് സോഫ്റ്റ്വെയറിനകത്ത് ഇതിൻ്റെ UPI ID നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയറിനകത്ത് സേവ് ചെയ്താൽ മാത്രം മതി. വേറെ ഒന്നും ചെയ്യേണ്ട. ടെർമിനൽ സെറ്റിങ്സിനകത്ത് പോവുക. ഇത് ഇവിടെ കണ്ടില്ലേ? UPI ID ഇവിടെ അടിച്ചിട്ടുണ്ടല്ലേ? ഇതേ ഈ ഒരു ID ഇതാണ്. ഈ ഒരു UPI ID കണ്ടില്ലേ? ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ടില്ലേ? ഈ ഒരു UPI ID ആണത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഫോൺ പേ എടുക്കുമ്പോൾ അതിനകത്ത് UPI ID കിട്ടും. Paytm എടുക്കുമ്പോൾ കിട്ടും. നമ്മുടെ ഗൂഗിൾ പേ എടുക്കുമ്പോൾ UPI ID കിട്ടും. നമ്മുടെ പ്രൊഫൈലിനടുത്ത് ഏത് UPI ID ആണോ നിങ്ങൾ ഇവിടെ ഇടുന്നത് ആ UPI IDയിലേക്ക് ഇവിടുന്ന് പേയ്മെൻറ്റ് ചെയ്യുന്ന ക്യാഷ് വന്നിരിക്കും ഓൺ ദ സ്പോട്ട്. ഇതിനകത്ത് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് യാതൊരുവിധ കമ്മീഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല.
നമുക്ക് പ്രോസസ്സിംഗ് ഫീസുകളൊന്നുമില്ല, ഇതിനകത്ത് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ചാർജസുകളൊന്നുമില്ല, ഇയർലി സബ്സ്ക്രിപ്ഷൻ ചാർജുകളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് പേയ്മെൻറ്റുകൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കും, കസ്റ്റമർ പേയ്മെൻറ്റ്. കാരണം ഇതെല്ലാം ഇന്നത്തെ ജനറേഷന് വളരെ അത്യാവശ്യമാണ്. കാരണം ഇപ്പോൾ എല്ലാവരും ഗൂഗിൾ പേ, ഫോൺ പേ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ എടുക്കുമ്പോൾ തന്നെ പ്രൊഡക്റ്റുകൾ ഇതുപോലെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ QR കോഡുകൾ വരും. ആ QR കോഡിൽ ചെയ്യുന്ന പേയ്മെൻറ്റുകളെല്ലാം നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്രെഡിറ്റ് ആകുന്നതാണ്. ഇനി ഈ ഹാർഡ്വെയറുകളോ അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയറുകളോ നമ്മുടെ സ്ഥാപനത്തിൽ ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാവുന്നതാണ് 8078311945, 8606093110. ഈ 2 നമ്പറിലേക്കും വിളിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് പാക്കേജായിട്ടും തരാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പ്രിൻ്റർ, ഹാർഡ്വെയർ, പേപ്പർ റോൾ, സ്റ്റിക്കർ റോൾ മുതലായ കാര്യങ്ങളെല്ലാം ഒന്നിച്ച് തരാൻ പറ്റും, പ്ലസ് ഇൻക്ലൂഡിങ് സോഫ്റ്റ്വെയർ. അപ്പോൾ നമുക്ക് ഒരു റീറ്റെയിൽ ബിസിനസ്, അതായത് ഗ്രോസറി, സൂപ്പർ മാർക്കറ്റ്, കിരാന ഷോപ്പ് അതുപോലെയുള്ള സ്ഥാപനങ്ങൾക്ക് റിക്വയർമെൻ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാവുന്നതാണ്. ജെനുവിനായിട്ടുള്ള സോഫ്റ്റ്വെയർ കിട്ടും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ടൈം പർച്ചേസ്, ലൈഫ് ടൈം യൂസാണ്. 1 ഇയർ ഫ്രീ സർവീസ് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് ഇയർ അല്ലെങ്കിൽ ഫർദർ ഇയർ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി. അതും വളരെ മിനിമൽ ചാർജസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ജെനുവിനായിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ നിങ്ങളുടെ സ്ഥാപനത്തിൽ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക റെയിൻഡെക്സ് സോഫ്റ്റ്വെയർ ലിമിറ്റഡിനെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു, ബൈ.